ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് IDFC എന്നൊരു ഭാഗത്തെ പറ്റിയിട്ടാണ്. IDFC എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നോക്കുന്നത്. IDFC എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. ദ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി ഈസ് ദ ഫുൾ ഫോം ഓഫ് IDFC. IDFCയുടെ മുഴുവൻ പേര് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി എന്നാണ്. ദിസ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ 1997. 1997 ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. IDFC provides finance and advisory services for infrastructure projects. ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് വേണ്ട ഫിനാൻസ് ആൻഡ് അഡ്വൈസറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് IDFC എന്ന് പറയുന്നത്. അസറ്റ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ, അസറ്റ് മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിനാൻസ് ആൻഡ് അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിയാണ് IDFC എന്ന് പറയുന്നത്. The Infrastructure Development Finance Company is the full form of IDFC. IDFCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി എന്നാണ്. ദിസ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ 1997. 1997 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻസ് ആൻഡ് അഡ്വൈസറി സർവീസ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്, അസറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്കും അസറ്റ് മാനേജ്മെൻറ്റിനും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് ഫിനാൻസ് ആൻഡ് അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് IDFC എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ 1997. 1997 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനാണ്. ആൻഡ് IDFC പ്രൊവൈഡ്സ് ഫിനാൻസ് ആൻഡ് അഡ്വൈസറി സർവീസസ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്കും അസറ്റ് മാനേജ്മെൻറ്റിനും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിനും വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് IDFCയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. IDFC was conceptualized to lead private capital to commercially viable infrastructure projects. കൊമേഴ്സ്യലി വയബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് പ്രൈവറ്റ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് IDFC ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. IDFC വുഡ് നർച്ചർ ആൻഡ് ഡെവലപ്പ് ബാങ്കബിൾ പ്രൊജക്ട്സ് ആൻഡ് ക്രിയേറ്റ് ഇന്നവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് അൺബണ്ടിൽ ആൻഡ് മിറ്റിഗേറ്റ് ദ റിസ്ക് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ. അതായത് IDFC വുഡ് നർച്ചർ ആൻഡ് ഡെവലപ്പ് ബാങ്കബിൾ പ്രൊജക്ട്സ്, ബാങ്കബിൾ പ്രൊജക്ട്സുകളെ ഡെവലപ്പ് ചെയ്യുകയും നർച്ചർ ചെയ്യുകയും അതുപോലെ തന്നെ ആൻഡ് ക്രിയേറ്റ് ഇന്നവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് അൺബണ്ടിൽ ആൻഡ് മിറ്റിഗേറ്റ് ദ റിസ്ക് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ. ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാനും അതിനെ ശമിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും IDFCയുടെ ഒരു എയിമാണ്. So IDFC was conceptualized to lead private capital to commercially viable infrastructure projects. കൊമേഴ്സ്യലി വയബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് വേണ്ട പ്രൈവറ്റ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് IDFCയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടുവേഴ്സ് ദിസ് ഒബ്ജക്റ്റീവ് IDFC വുഡ് നർച്ചർ ആൻഡ് ഡെവലപ്പ് ബാങ്കബിൾ പ്രൊജക്ട്സ് ആൻഡ് ക്രിയേറ്റ് ഇന്നവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് അൺബണ്ടിൽ ദ ആൻഡ് മിറ്റിഗേറ്റ് ദ റിസ്ക് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ. നെക്സ്റ്റ് പറയുന്നത് IDBI എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. IDBI ബാങ്ക് ലിമിറ്റഡ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ഇയർ 1964 ആസ് എ ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിത്ത് ദ നെയിം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IDBI എന്നുള്ളത് 1964 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനാണ്. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഹോളി ഓൺഡ് സബ്സിഡിയറി ആയിട്ടുള്ള ബാങ്കാണ് IDBI എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഹോളി ഓൺഡ് സബ്സിഡിയറിയാണ് IDBI എന്ന് പറയുന്നത്. ഇതിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. 1964 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാങ്കാണ് IDBI. ഇതിൻ്റെ മുഴുവൻ നെയിം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഇനി IDBIയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് പറയുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് IDBI ഈസ് ടു സെർവ് ആസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ടേം ഫിനാൻസ് ഫോർ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഇൻഡസ്ട്രികൾക്ക് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് IDBIയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഇൻക്ലൂഡ് കോർഡിനേഷൻ, റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദ വർക്കിംഗ് ഓഫ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് ആസ് IFCI, ICICI, UTI, LIC, കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് SFCs. അതിൻ്റെ മറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ, റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദ വർക്കിംഗ് ഓഫ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വർക്കിങ്ങിനെ കോർഡിനേറ്റ് ചെയ്യുക, കോപ്പറേറ്റ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാകാം? IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ,
ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്നിവയുടെ പ്രവർത്തനത്തിനെ റെഗുലേറ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതും IDBIയുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സാണ്. The objectives of IDBI is to serve as the apex institution for ടേം ഫിനാൻസ്. ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യൻ ഇൻഡസ്ട്രികൾക്ക് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് IDBIയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഇൻക്ലൂഡ് കോർഡിനേഷൻ, റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദ വർക്കിംഗ് ഓഫ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വർക്കിങ്ങിനെ കോർഡിനേറ്റ് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻസാണ്. അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയൊക്കെ വർക്കിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതും IDBIയുടെ ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് IDBI അഥവാ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് പറയുന്നത്. ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ IDBI മേ ബി സ്റ്റേറ്റഡ് ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, പ്രൊമോട്ടിംഗ്, പ്ലാനിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഇൻഡസ്ട്രീസ് വിത്ത് എ വ്യൂ ടു ഫിൽ ദ ഗ്യാപ്സ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ ബൈ കൺസീവിംഗ്, പ്രിപ്പയറിംഗ് ആൻഡ് ഫ്ലോട്ടിംഗ് ന്യൂ പ്രൊജക്ട്സ്. അതായത് പുതിയ ഇൻഡസ്ട്രികൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രൊമോട്ടിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചറിനെ പ്രിപ്പയർ ചെയ്തിട്ടും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ചെയ്യുകയും അതുപോലെ തന്നെ ന്യൂ പ്രൊജക്റ്റുകൾ കൺസീവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതും IDBIയുടെ ഫംഗ്ഷനാണ്. പ്രൊവൈഡിംഗ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ഫോർ പ്രൊമോഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രികളുടെ പ്രൊമോഷനും എക്സ്പാൻഷനും മാനേജ്മെൻറ്റിനും വേണ്ട അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും IDBIയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ ഏതൊക്കെയാണ് IDBIയുടെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്? പ്ലാനിംഗ്, പ്രൊമോട്ടിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ദ ഇൻഡസ്ട്രീസ് വിത്ത് എ വ്യൂ ടു ഫിൽ ദ ഗ്യാപ്സ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ ബൈ കൺസീവിംഗ്, പ്രിപ്പയറിംഗ് ആൻഡ് ഫ്ലോട്ടിംഗ് ന്യൂ പ്രൊജക്ട്സ്. പുതിയ പ്രൊജക്റ്റുകൾ ഫ്ലോട്ടിംഗ് ചെയ്തിട്ടും പ്രിപ്പയർ ചെയ്തിട്ടും കൺസീവ് ചെയ്തിട്ടും ഇൻഡസ്ട്രിയൽ സ്ട്രക്ചറിൻ്റെ ഗ്യാപ്പ് ഫിൽ ചെയ്യുക എന്നുള്ളതും ഡെവലപ്പിംഗ് ഇൻഡസ്ട്രീസ്, പ്രൊമോട്ടിംഗ് ആൻഡ് പ്ലാനിംഗ്. ഇൻഡസ്ട്രികളെ പ്രൊമോട്ട് ചെയ്യുക, പ്ലാനിംഗ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും IDBIയുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ പ്രൊവൈഡിംഗ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ഫോർ പ്രൊമോഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രികളുടെ എക്സ്പാൻഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ എന്നിവയ്ക്ക് വേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും IDBIയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് IDBI എന്നുള്ളത് ഡെവലപ്പ് ചെയ്ത 1964 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ IDBIയുടെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാനിംഗ്, പ്രൊമോട്ടിംഗ്, ഡെവലപ്പിംഗ് ഇൻഡസ്ട്രീസ് വിത്ത് എ വ്യൂ ടു ഫിൽ ദ ഗ്യാപ്സ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ ബൈ കൺസീവിംഗ്, പ്രിപ്പയറിംഗ് ആൻഡ് ഫ്ലോട്ടിംഗ് ദ ന്യൂ പ്രൊജക്ട്സ്. പുതിയ പ്രൊജക്റ്റുകൾ പ്രിപ്പയർ ചെയ്യാനും അതിനെ കൺസീവ് ചെയ്യാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചറിലെ ഗ്യാപ്പ് ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്ലാനിംഗ് ചെയ്യുക, പ്രൊമോട്ടിംഗ് ചെയ്യുക, ഡെവലപ്പിംഗ് ചെയ്യുക എന്നുള്ളത് IDBIയുടെ ഒരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ പ്രൊവൈഡിംഗ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ഫോർ പ്രൊമോഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രികളുടെ മാനേജ്മെൻറ്റിനും എക്സ്പാൻഷനും പ്രൊമോഷനും വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യലും IDBIയുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻസാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് IDBI ആണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി എന്നുള്ളതാണ് IDFCയുടെ മുഴുവൻ പേരെന്ന് പറയുന്നത്. അപ്പോൾ IDFC എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി എന്നും IDBI എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. IDBI എന്നുള്ളത് ഡെവലപ്പ് ചെയ്തത് 1964 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയറി ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. അതുപോലെ തന്നെ IDFC എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. IDFCയുടെയും IDBIയുടെയും ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ IDFC എന്താണെന്നും IDBI എന്താണെന്നും മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.